ഇത് എരുമക്കുട്ടി ആശാമേ. എരുമക്കുട്ടിയാണല്ലേ? ഈ പ്രാവശ്യം ഇതിനകത്ത് എത്ര എരുമക്കുട്ടി ഉണ്ട്? 3 എരുമക്കുട്ടികളെ പറഞ്ഞാൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, അതുപോലെ വിലയാണ്. പോത്തിനെക്കാട്ടി കൂടുതലാണ്. പോത്തിനെ, കാരണം അവർക്ക് വളക്കാനുള്ള കുട്ടികളാണല്ലോ. എരുമക്കുട്ടികളെ അവർ സാധാരണ ആവശ്യക്കാരനെ മാത്രമേ കൊണ്ടുള്ളൂ. അതെ അതെ. അപ്പൊ അതിനാണ് ഈ മണിയെല്ലാം കെട്ടി 3 നമ്മൾ ഹൈ റേഞ്ച് ഉപ്പുകറ, നമ്മളൊരു പഴയ PDSന്റെ വീഡിയോ എടുത്തില്ലേ? ഓക്കെ, അവിടെ അവർക്ക് വേണ്ടിയുള്ള ചേട്ടാ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ്ങില്. അതാണ് ഈ കൊമ്പൊക്കെ ഇത്ര എരുമയാകുമ്പോൾ നേരത്തെ തന്നെ കൊമ്പൊക്കെ റിങ്ങായി വരും. എത്ര വയസ്സാണ് ജയന്? ഇത് എന്തായാലും 1 വയസ്സുണ്ടാവും. 1 വയസ്സുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇനി 1 വർഷത്തിനുള്ളിൽ തന്നെ 250 കിലോ ബോഡി വെയിറ്റ് വന്നാല് യൂട്രസ് വളർന്നുള്ളതാണ് ഹരിയാനക്കാരുടെ. കാരണം കുടിച്ചുള്ള വളർന്നു. നമ്മളിവിടെ നോക്കുമ്പോൾ 2.5 വയസ്സാണ്. എത്ര അതേ ആൾക്കാർ ഈ പഴയ പൊള്ളാച്ചി എരുമകള് എടുത്ത് വളർത്തിയിട്ട് ഇവര് മൂത്തവ കുട്ടികൾക്കെല്ലാം നല്ല എരുമകൾക്കെല്ലാം നല്ല വളർച്ചയുണ്ട്. അതായത് പാല് നന്നായിട്ടുണ്ട്, പാല് കുടിപ്പിച്ച് അവർ വളർത്തണം. എനിക്കിപ്പോ കറക്റ്റായിട്ട് ഇത് ഒരു കർഷകൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പൊ എത്ര നാളുകളിൽ നമുക്ക് ഇതിനെ കുത്തിയേക്കാൻ പറ്റും? ഇതിപ്പോ ബോഡി വെയിറ്റ് തൂക്കില്ല, തൂക്കണം ഇപ്പൊ. കാരണം തൂക്കിയിട്ട് വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, ആൾക്ക് ആള് വന്നില്ലല്ലേ? അല്ല, വരും ഇപ്പൊ വിളിച്ച വെച്ചേ ഉള്ളൂ. ശരി, അപ്പൊ അങ്ങനത്തെ ഇതുപോലത്തെ 3 ആൾക്കാർ നമുക്കുണ്ടല്ലേ? 3 എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് അവിടുത്തെ വീട്ടിൽ നിന്നുള്ളതാണ് മണി? വീട്ടില് ഫാമിൽ നിന്ന് കിട്ടല്ല. പുള്ളി ഒരു 2-3 മാസമായിട്ട് എന്നോട് പറയണു. പിന്നെ നമ്മളാ സ്കീം ചെയ്തുകൊണ്ടൊക്കെ സമയത്ത് ആ സമയത്ത് ഒരു അറിയിലൂടെ എല്ലാരും പറയണേ ഏറ്റവും കൂടുതൽ പോത്തുകൾ വെക്കുന്നതെന്ന് പറയുന്നത്. നമ്മളന്ന് എത്രണ്ണം കൊടുത്തു എന്നുള്ളത് നമുക്ക് ഒരു മാസം തന്നെ 6 വരെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെയ്യാതെ എത്ര കിടപ്പുണ്ട്. കുട്ടിയുടെ ലെങ്ത് ഒക്കെ ഉണ്ടോ? അതെ, ഇതൊരു എരുമയാട്ടോ. ഇത് 3 ഉണ്ട് അവിടെ. ഇതേപോലെ 3 ഉണ്ടല്ലേ?